ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളതൊരു ബലൂനാണ്. ബലൂനോட പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് ടൈറ്റും സ്റ്റിയറിംഗ് കോളത്തിൽ നിന്ന് ഇങ്ങനെ ടക്ക് ടക്ക് അങ്ങനത്തെ സൗണ്ടും കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബലൂനോட കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് കോളമാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിയറിംഗ് കോളം ഇളക്കി എടുത്തിട്ട് റിപ്പയർ ചെയ്താൽ ഈ കംപ്ലൈൻറ്റ് മാറി റിട്ടേണും എല്ലാം കറക്റ്റായിട്ട് പോവും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, സ്റ്റിയറിംഗ് കോളം ഇളക്കി എടുത്തിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എയർ ബാഗ് ഇളക്കി എടുത്തിട്ടുണ്ട്. എയർ ബാഗ് ഇളക്കി നമ്മൾ സൂക്ഷിച്ച് മാറ്റി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റുകൾ തമ്മിൽ ടച്ച് ആയാൽ ഇൻഫ്ലേറ്റ് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എയർ ബാഗ് ഇളക്കി കമത്തി വെക്കരുത്, അതുകൊണ്ട് ഈ പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് മാറ്റി വെക്കുക. ആ പിന്നുകൾ തമ്മിൽ കോൺടാക്റ്റ് ആവാത്ത രീതിയിൽ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് കോളവും കാര്യങ്ങളൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് കോളം ഇളക്കി അതിൻ്റെ മോട്ടറൊക്കെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റിയറിംഗ് കോളം വരുന്നത്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് കോളത്തിന് നമുക്കിനിയിപ്പോൾ കൈയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം, കറങ്ങുന്നുണ്ടോ എന്നുള്ളത്. ഈ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ഈ ഭാഗത്ത് നോക്കി, അതാണ്ട് ഇതേപോലെ ഹാർഡായിട്ടിരിക്കും. അവിടെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ടും അത് കറങ്ങാൻ ഭയങ്കര പാടായിരിക്കും. കേട്ടോ, പിനിയൻ്റെ ക്ലിപ്പ് ഞാൻ ഊരി എടുത്തിട്ടുണ്ട്, എന്നിട്ട് പോലും ഇത് അനങ്ങാത്തൊരു കണ്ടീഷനിലാണുള്ളത്. ഇതാണ് ഇതിൻ്റെ പിനിയൻ എന്ന് പറയുന്നത്. ഈ പിനിയനാണ് ആ ഫൈബർ വീലുകളെ പിടിച്ച് കറക്കുന്നത് കേട്ടോ. ഈ പിനിയൻ്റെ ആ ടോപ്പ് ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറിനായിട്ട് ബന്ധിപ്പിക്കുന്നത്. ആ മോട്ടർ കറങ്ങുന്നതനുസരിച്ച് ഇതിൻ്റെ ഫൈബർ വീലുകളെ പിടിച്ച് കറക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. അതായത് ലെഫ്റ്റും റൈറ്റും തിരിയുന്നത് പിന്നെയാണ്. നമ്മളിത് ഫുള്ളായിട്ട് ഇളക്കുന്നത് കാണിക്കുന്നില്ല. ഫുള്ളായിട്ട് ഇളക്കുന്നത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊരു ലോങ് വീഡിയോ ആയി പോകും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറിനെ അകത്തോട്ട് ഇറക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, ഇത് ഫുൾ ഇളക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മോട്ടറിനെ തിരിച്ച് കോളത്തിലോട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്. മോട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാം. വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ആ പഴയ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയത് വണ്ടിയെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. മോട്ടർ നമ്മൾ ഇറക്കി വെച്ചു. 12-ൻ്റെ 2 ബോൾട്ട് ഇട്ടു മുറുക്കുന്നു. എന്നിട്ടത് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം സൗണ്ട് പോയെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് കോളമൊക്കെ നല്ല ഈസി ആയിട്ട് കൈ കൊണ്ട് നല്ല പൂ പോലെ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വണ്ടിയിലോട്ട് കയറ്റി സെറ്റ് ചെയ്തിട്ട് സ്റ്റിയറിംഗ് ഒന്ന് കറക്കി വെക്കാം. സൗണ്ടും കാര്യങ്ങളെല്ലാം മാറി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റിയറിംഗ് ഒക്കെ നല്ല പൂ പോലെ തിരിയും. കണ്ട, നല്ല ഫ്രീ ആണ് സ്റ്റിയറിംഗ്. അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ഒറ്റ വിരലിൽ തിരിക്കാം. അത്രയ്ക്ക് നല്ല ഫ്രീ ആയിട്ടുണ്ട്. അത് കണക്ക് തന്നെ അടുത്തോട്ടുണ്ടെന്ന് എന്ത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആ ടക്ക് ടക്കെന്നുള്ള ഒച്ചയെല്ലാം പോയിട്ടുണ്ട്. വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് സ്റ്റിയറിങ്. കണ്ട.